നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഈ KJ ഷൈൻ വിഷയത്തിൽ ചാടിപ്പുറപ്പെട്ട് ഒരു യുദ്ധപ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു കേരള പോലീസിന്റെ ഇടപെടലൊക്കെ. കാരണം നമ്മൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി, ഇത്ര കർമ്മനിരതരായിരുന്നോ നമ്മുടെ പോലീസ് എന്ന്. കാരണം കുറെ കാലമായിട്ട് ഈ ഒരു പോലീസിന്റെ ഈ ഒരു ശുഷ്കാന്തി കാണാതിരിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം വരുന്നത്, ഈ KJ ഷൈൻ വിഷയത്തിൽ ഇത്ര കൃത്യതയോടെ നിലപാടെടുത്ത നടപടി സ്വീകരിച്ച പോലീസ് ഷാഫി വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു കാര്യം. മറ്റ് നിരവധി വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. CPM-ന്റെ ഒരു നിലപാടെന്ന് പറയുന്നില്ല, നിലപാടില്ലായ്മയെ കേരളം മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അമൃതാനന്ദമയി ആശ്രമത്തിലൊക്കെ പോയി ചവിട്ടുകൊള്ളാൻ തയ്യാറാകുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടു. അപ്പോൾ ശരിക്കും ഇവർക്ക് നട്ടപ്രാന്ത് ഇളകിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമുക്ക് ആദ്യം ഷാഫിയിലേക്ക് തന്നെ വരാം. എന്താണ് അവസ്ഥ? ഒരു ഇരട്ട നീതിയും ഒരു ഇരട്ടത്താപ്പുമാണ് ഷാഫിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പം പ്രശോഭ പറഞ്ഞതുപോലെ KJ ഷൈന്റെ വിഷയത്തിൽ ഇത്രയും ഭയങ്കര കർമ്മനിരതരായിട്ടുള്ള പോലീസുകാരെ നമുക്ക് ഷാഫിയുടെ വിഷയത്തിൽ കാണുന്നില്ല. നിയമോപദേശം തേടുകയാണ്. ഇപ്പോൾ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് നിയമോപദേശം തേടുന്നു. പോലീസ് നിയമോപദേശം തേടുന്നു. റിനിയുടെ കാര്യത്തിൽ നിയമോപദേശം തേടുന്നു. രാഹുലിന്റെ കാര്യത്തിൽ നിയമോപദേശം തേടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നിയമോപദേശം തേടുന്നു. ഇത് കേട്ട് മടുത്തു. KJ ഷൈൻ ടീച്ചറിന്റെ കാര്യത്തിൽ നിയമോപദേശം തേടി. അവസാനം KM ഷാജഹാന്റെ കാര്യത്തിലും നിയമോപദേശം തേടുന്നു. അവസാനമായി കേട്ടത്. അപ്പൊ ഇത്തരത്തിൽ നിയമോപദേശം തേടാം. അപ്പൊ ഞാൻ രസകരമായിട്ട് അതിനകത്തെ കമന്റുകൾ വായിച്ചായിരുന്നു. അതിന് തലയ്ക്ക് ബുദ്ധിയുള്ള സ്ഥിരതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉപദേശം തേടേണ്ട കാര്യമില്ല. ഈ നിയമോപദേശം തേടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് അത്രമാത്രം പ്രഷറുണ്ട്. ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന ക്രൈംബ്രാഞ്ച് പോലുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഒരു ജോക്കിംഗ് ഇതായിട്ട് ഇന്ന് ചിത്രീകരിക്കാനുള്ള ഏക കാരണം നമ്മുടെ പിണറായി വിജയനാണ്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് വേറെ പണിയില്ല. എന്തെല്ലാം കേസുകൾ ഒരുപക്ഷെ അവർക്ക് തെളിയിക്കേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. വെറും പെൺ വിഷയത്തിൽ കൂട്ടിക്കെട്ടി സ്ത്രീകളെ തപ്പി നടക്കേണ്ടുന്ന ജോലിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഉള്ളത്. എന്തൊരു ആത്മാർത്ഥതയാണെന്ന് അറിയുമോ? പക്ഷേ ക്രൈംബ്രാഞ്ചിന് പോലും പിടികിട്ടാ പുള്ളിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില്. ക്രൈംബ്രാഞ്ചൊക്കെ സാധാരണ ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ അവർ പൂട്ടിക്കെട്ടി കുറ്റവാളിയെ കൊണ്ടുവന്നിടും. പക്ഷേ രാഹുലിനെ ഇട്ടത്തും വലത്തും ഒക്കെ ഇട്ട് ആഞ്ഞടിച്ചിട്ടും നിയമോപദേശം തേടിയിട്ടും അവിടെ കൂട്ടിക്കിട്ടില്ല. അവിടെ പത്തി മടക്കിയിരുന്നു. അതിനുശേഷമാണ് KJ ഷൈൻ ടീച്ചറിനെ ഇങ്ങനെ പൊതിന്ന് കവചമായിട്ട് അങ്ങ് പിടിച്ചങ്ങ് നിർത്തിയേക്കുവാണ് സഖാക്കളെല്ലാം കൂടെ. ഒരു തരത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതി. അവിടെ ഇത്തരത്തിലുള്ള നിയമോപദേശമൊക്കെ ചാർത്തി അങ്ങനെ ഗോപാലകൃഷ്ണനെയും ഷാജഹാനെയൊക്കെ ഒന്ന് പൂട്ടാൻ ശ്രമിച്ചു. അവസാനം ഷാജഹാൻ ഇന്നലെ പുറത്തിറങ്ങി വന്നു. നമ്മൾ കേട്ടതാണ് കോടതിയുടെ പരാമർശം. എന്തൊക്കെയായിരുന്നു? ചെങ്ങമ്മനാട് ആരോട് ചോദിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്തു? ഈ 3 മണിക്കൂർ കൊണ്ട് ചെങ്ങമ്മനാട് നിന്ന് തിരുവനന്തപുരത്ത് എങ്ങനെ എത്തി? അതിൽ തന്നെ പെട്ടുപോയെന്ന് പറയാം. അതിനുശേഷം ചോദിച്ചു എവിടെയാണ് ലൈംഗിക ചുവയുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിച്ചത്? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നേക്കരുതെന്നൊരു കോടതി നീതിയാണ് അവിടുന്ന് ഷാജഹാന് കിട്ടിയത്. അവിടെ അട്ടപ്പടലം, ഞാൻ പ്രശോഭയുടെ വാക്കും കടമെടുക്കുന്നു, അട്ടപടലം തേഞ്ഞ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അമൃതാനന്ദമയി മഠത്തിൽ പോയി അവരുടെ ജന്മനാളുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പ്രശോഭ പറയാം. കേരളത്തിലെ എല്ലാ ജനങ്ങളും അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അമൃതാനന്ദമയി മഠത്തിലേക്ക് വരുന്നതിന് മുമ്പും ഷാഫിയുടെ കാര്യം കൂടെ ഒന്ന് പറയാം. ഷാഫിയുടെ കാര്യത്തിൽ സുരേഷ് ബാബു പറഞ്ഞ ആരോപണം വിധമായിട്ട് എവിടെ പോയി തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ സുരേഷ് ബാബുവിനെ പിന്തുണച്ചുകൊണ്ട് പാലക്കാട്ടെ ചില CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഈ പറയുന്ന ഷാഫിക്ക് നേരെ സൈബർ ആക്രമണം വരുന്നു. ഇന്നത്തെ സൈബർ പോലീസ് എവിടെ? എന്തുകൊണ്ട് നടപടിയെടുക്കും? ഒരു MP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അല്ല, അതും നിയമോപദേശം തേടുക കിട്ടണ്ടേ അവർക്ക്? അവരെ പ്രശോഭ അങ്ങനെ ദയവ് ചെയ്ത് അവരെ പഴിയാറ്. അവര് നിയമോപദേശം തേടിക്കൊണ്ട് നടക്കുകയാണ്. അവരെ എന്ത് ചെയ്യാനാണ്? അവർക്ക് എങ്ങനെയും കിട്ടില്ല. ഷാജഹാനെ പൂട്ടാൻ മറ്റേ ഇന്റർപോളിന്റെ സഹായം വരെ തേടാൻ പോയതാണ്. അല്ല, ഷാഫിയുടെ കാര്യത്തില് നിയമോപദേശം തേടുന്ന എന്തിനാണെന്ന് പറയാം. സുരേഷ് ബാബുവിനെ എങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമോപദേശം തേടും. പക്ഷെ അത് എങ്ങനെ അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് മിക്കവാറും ആട്ടപ്പെടലും തേഞ്ഞു. ഈ ഷാഫിയോ ഇപ്പൊ കുറച്ച് കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ തേർഡ് പാർട്ടി ആയതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന്. അതേ തേർഡ് പാർട്ടി ഇല്ലയോ രാഹുലിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അവിടെ നിയമോപദേശം തേടി എങ്ങനെയെങ്കിലും ഒക്കെ രാഹുലിനെ പൂട്ടാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഇവിടെ
വീണ്ടും നിയമോപദേശം തേർഡ് പാർട്ടി ആയതുകൊണ്ട് നിയമോപദേശം തേടുന്നു. ഒരു എംപിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ജനങ്ങൾക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന്റെ പേരിൽ എടുക്കാം. മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു എംപിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഇവിടുന്ന് സുരക്ഷയും നീതിയും കിട്ടുന്നില്ല എങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ആണ് അത് ഒരു വിഷയത്തിൽ ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യം. എനിക്ക് CPM നട്ടപ്രാന്തിളയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം പണ്ടൊക്കെ ഈ പാർട്ടിക്ക് നിലപാടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നിലപാടുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ ആദർശങ്ങളെല്ലാം എട്ടായി മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചിരിക്കുകയാണ് പിണറായി. വോട്ടിന് ആരുടെ തിണ്ണവേണയിലും ഇറങ്ങിക്കോളൂ, ആരുടെ കാലും പിടിച്ചോളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഈ പിണറായി വിജയൻ ഈ പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നാണക്കേടിന്റെ പടുകുഴിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട് ഈ പറയുന്ന സജി ചെറിയാൻ പോയതിലൊക്കെ. മാത്രമല്ല പ്രശോഭ, ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന നിരവധി അണികൾക്ക് ഇതൊന്നും രസിക്കാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണിക്കല്ലടിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊന്നും ഇത്രത്തോളം അധപ്പതിച്ച കേരള രാഷ്ട്രീയ ചരിത്രം ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇത് വോട്ടിന് വേണ്ടി, മൂന്നാം തരംഗത്തിന് വേണ്ടിയിട്ട് എന്തും ഞങ്ങൾ അധികാരത്തിന്റെ മോഹമാണ്. ഈ മൂന്നാം തരംഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവർക്ക് വികസനം പറയാൻ കഴിയുന്നില്ല. പകരം മതം പറഞ്ഞ് വോട്ട് നേടുന്ന ഒരു നിലപാടിലേക്ക്, നാറിയ കളിയിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഈ അമൃതാനന്ദമയ്യയുടെ മഠത്തിൽ പോയി സജി ചെറിയാൻ മന്ത്രി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഈ അമൃതാനന്ദമയ്യെ കടപ്പുറം സുധാമണി എന്ന് കളിയാക്കിയവരാണ്. ആൾദൈവം, വെറും ആൾദൈവമാണ് അവർ. ആ ഒരു പ്രസ്ഥാനം കൊണ്ട് അവർ കോടികൾ ഉണ്ടാക്കുന്നു, അഴിമതി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് സജി ചെറിയാൻ അവരെ പോയി പൊന്നാട എണീക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഇനി വേണമെങ്കിൽ ചവിട്ടും കൊള്ളു, അമ്മയുടെ ചവിട്ടും കൊള്ളു, ഇനി അതോടെ ബാക്കിയുള്ളൂ. ചവിട്ടുണ്ടല്ലോ, അങ്ങോട്ട് തിരിച്ചു ഉമ്മയൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങോട്ട് ഉമ്മ കിട്ടിയപ്പോ അങ്ങോട്ട് സജി ചെറിയും പിടിച്ചു നിർത്തി ഉമ്മ കൊടുക്കുന്നത്. അത് പണ്ട് സുധാമണി കടപ്പുറം ഒന്നും വിളിച്ചതിന്റെ ഒരു ഇതങ്ങ് തീർത്തു കൊടുത്തതായിരിക്കും. പക്ഷെ അതെന്ത് ആയിക്കോട്ടെ, മാതാമൃതാനന്ദമയി നിരവധി സേവനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറയാം. പക്ഷെ ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ അതല്ലെന്നേ. ഇവിടെ നമുക്ക് ദഹിക്കാത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ആൾ ദൈവങ്ങളെ പൊക്കിപ്പിടിക്കുന്നത്. അതിലാണെന്നേ നമുക്ക് ഈ ഒരു പാർട്ടിയുടെ പതനം. അങ്ങനെ പറയല്ലേ, അയ്യപ്പൻ ദൈവമാണ്. അയ്യപ്പൻ തലയിൽ അങ്ങോട്ട് കൈവച്ചിട്ട് ഒന്ന് പോയി തരുക, പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ പലസ്തീൻ സംഗമത്തിലും മറ്റേ കഫിയൊക്കെ ധരിച്ച് അത് 8 നില പൊട്ടിയിരിക്കുന്നത്. പിന്നെ അടുത്ത ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടുണ്ട്. അരമന നിരങ്ങാൻ ഇപ്പോൾ MV ഗോവിന്ദനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ. അതായത് ഇപ്പോൾ ഇനി കയ്യിലെടുക്കേണ്ടത് ക്രൈസ്തവരെയാണ്. കാരണം ക്രൈസ്തവരുമായിട്ട് വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. പാലാ അതിരൂപത എതിർപ്പിലായിരുന്നു. അതായത് പാലാ ബിഷപ്പിന് നേരെ പാലാ ബിഷപ്പ് അന്ന് നർക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പരാമർശം നടത്തിയതിനു ശേഷം ഈ തീവ്ര മുസ്ലിം സംഘടനകൾ പാലയിലേക്ക് പ്രതിഷേധവുമായി പോയപ്പോൾ അന്ന് പിണറായി പോലീസ് അനങ്ങാതെ നിന്നു. ഒരു കലാപത്തിന്റെ വക്കിൽ വരെ എത്തിയ കാര്യത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോലീസ് അന്ന് അവിടെ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീവ്ര മുസ്ലിമുകൾക്ക് ഞാൻ എടുത്തു പറയുകയാണ്, തീവ്ര ഇസ്ലാം വിഭാഗത്തിന് ഈ പറയുന്ന അതിരൂപതയിലേക്ക് ഇടിച്ചു കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഈ തീവ്ര ഇസ്ലാം എന്ന് ഞാൻ പറയുന്നത് ഇത് വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നല്ല മുസ്ലിങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടേത്. കാരണം നമ്മൾ എന്ത് മതപരമായ ചടങ്ങുകൾ വരുമ്പോഴും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിനിടയിലാണ് ഈ പുഴുക്കുത്തുകൾ ഉള്ളത്. ഈ തീവ്ര ഇസ്ലാമുകളും തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഈ മറ്റേ ക്രിസംഖികളുമുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു വിഭാഗമാണെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. അപ്പോൾ അത്തരത്തിലന്ന് പാലാ ബിഷപ്പിനെ മറ്റേ ഘരാവോ ചെയ്യാൻ പിണറായി പോലീസ് നിന്നുകൊടുത്തവരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ ഒരു പള്ളിയിൽ വൈദികനെ ആക്രമിച്ചത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളിലെ ചില വിഭാഗക്കാരാണ്. അന്നും അനങ്ങാതെ നിന്ന ഒരു പിണറായി. പക്ഷെ അന്ന് പിന്നീട് ഈ PC ജോർജൊക്കെ ഇടപെട്ടപ്പോഴത്തേക്ക് പിന്നീട് പണി പാളുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് പിണറായിക്ക് ഇടപെടേണ്ടി വന്നു. ഇത്തരത്തിലുള്ള നടപടികൾ ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് കട്ടായം പറയുന്ന ഒരു പിണറായിയെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊരു സോപ്പിടലിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇതിനുശേഷം നമ്മൾ ഈ ജോസഫ് പാംപ്ലാനിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഈ പറയുന്ന പോലെ MV ഗോവിന്ദൻ നടത്തുന്നു. അതിനു മുൻപ് പിണറായി വിജയൻ തന്നെ ഈ സഭാ നേതൃത്വത്തെ എത്രത്തോളം മ്ലേച്ഛകരമായി പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ നികൃഷ്ട ജീവി എന്നൊക്കെ പറഞ്ഞ ആളാണ്.
ഇവരാണ് ഇപ്പൊ വോട്ടിന് വേണ്ടിയിട്ട് ഇവരുടെ എല്ലാം കാല് പിടിക്കാൻ പോകുന്നത്. അയ്യപ്പനെ വരെ പറഞ്ഞത് ഓർമ്മയില്ലേ? ശബരിമലയിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന സ്വാമി അയ്യപ്പൻ എന്ന് തന്നെ പറഞ്ഞത് നമുക്കറിയില്ല. അയ്യപ്പനെ വിടാത്ത ആളാ പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞോണം മനുഷ്യരെ വിടുന്നത്. അത് വേറൊരു കാര്യം, അത് മാറ്റി വെച്ചേരെ. പക്ഷെ ഇത്തരത്തിൽ ഇനിയിപ്പം ഈ പറഞ്ഞോണം പലസ്തീൻ സംഗമവും ഒക്കെ നടത്തി മൊത്തത്തിൽ എല്ലാവരും NSS സുകുമാരൻ നായരെ കയ്യിലെടുത്ത്. സുകുമാരൻ നായരെ കയ്യിലെടുക്കാൻ കാര്യമുണ്ട്. കാരണം ഏകദേശം 10-12 ലക്ഷം നായന്മാരുണ്ട്. 12 ലക്ഷം നായന്മാരുടെ ഇതിലെ ഒരു പ്രതിനിധികൾ എന്ന് പറയുന്ന 300 പേരാ. 300 പേരിലെ 250 പേരും NSSന്റെ നിരവധി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന സുകുമാരൻ നായർ അങ്ങോട്ട് വിട്ടുകൊടുത്ത ആൾക്കാരാണ്. ഈ 150 പ്രതിനിധികൾ മതി ഈ പറഞ്ഞോണം ബാക്കിയുള്ളവരെ സ്പ്രെഡ് ചെയ്തിട്ട് വോട്ട് ഇങ്ങോട്ട്. അങ്ങനെ സുകുമാരൻ നായർ വെറും സുകുമാരൻ നായരായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം തിരികെ കയറ്റിയിട്ടുള്ള ആൾക്കാർ ഓച്ചാനിച്ച് നിൽക്കുന്നവര് തീർച്ചയായിട്ടും ഇന്നിപ്പോ ദേവസ്വം ബോർഡിന്റെ കണക്കെടുത്തപ്പോഴും നായന്മാരുടെ കണക്കെടുക്കുന്നത് കണ്ടു. അപ്പൊ ഇത്തരത്തിൽ സുകുമാരൻ നായർക്ക് ഈ പറഞ്ഞോണം പിണറായിയെ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. അല്ലെങ്കിൽ പല കേസുകളും കുത്തിപ്പോക്കി പിണറായി ഇങ്ങ് പുറത്തിടും. കുടുംബത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും ഇനി LDF വിട്ട് വേറെ ഒരു ചിന്ത. പെരുന്നയിൽ പ്രതിനിധി യോഗം കഴിഞ്ഞു. പ്രതിനിധി യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയശ്രീ ലാളിതനായിട്ടാണ് സുകുമാരൻ നായർ പുറത്തിറങ്ങിയത്. ഇടതിനൊപ്പം എന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് സുകുമാരൻ നായരിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഇന്നിപ്പോ പറയുന്നത് കേട്ട് തിരുവനന്തപുരത്തും പ്രതിഷേധങ്ങൾ ഉയർന്ന ചില സ്ഥലങ്ങൾ, പത്തനംതിട്ടയിലും മാത്രമൊന്നുമല്ല കരയോഗങ്ങളുള്ളത്. 5600 കരയോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി ഈ ഫ്ലെക്സ് ഉയർന്നല്ലോ. കട്ടപ്പ എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ഉയർന്നതിനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട. ഈ 12 ലക്ഷത്തിലെ ഏകദേശം 5400 കരയോഗങ്ങളുണ്ട്. ഏകദേശം ഒരു 2500 കരയോഗങ്ങളിലെ പ്രതിനിധികൾ BJPയിൽ 50% ഒരു BJPയിൽ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ബാക്കിയുള്ളവരാണ് നിഷ്പക്ഷമായിട്ട് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ ഇവരിപ്പോ BJP പോലും ഉണ്ടായിരിക്കുന്ന BJPക്ക് മറ്റൊരു തന്ത്രം. ഇതിൽ ശരിക്കും കാണാൻ BJP ആണെന്ന് ഞാൻ പറയും. BJPക്ക് മറ്റൊരു തന്ത്രമുണ്ട്. ഇതിപ്പോ എന്തുകൊണ്ടാണ് BJP ഉണ്ടായിരിക്കുന്നത്? എന്നെ വെള്ളാപ്പള്ളി വരുന്നു, സുകുമാരൻ നായർ വരുന്നു, BJP മൗനമായിട്ട് ഇരിക്കുന്നു. BJPയുടെ വോട്ടുകളാണ് അവിടെ കൂടുതലും നഷ്ടമാകുന്നത്. കോൺഗ്രസ് പിന്നെ പോട്ടെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് ഒത്തിരി ഉണ്ട് പറയാൻ, കഥാ ചരിത്രങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ കള്ളനായിട്ടിരിക്കുന്ന BJPയാണ്. കാരണം പിണറായി ഒരു 3ാം തരംഗത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന BJPയാണ്. അത് എന്തുകൊണ്ടെന്നാൽ 2031 വരുമ്പോൾ അവര് അടുത്ത പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരും. കാരണം UDFന് കിട്ടേണ്ടുന്ന വോട്ടുകൾ LDFനും BJPക്കും കൂടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകഴിഞ്ഞാൽ UDF അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും വരുന്നില്ല. 3ാം പക്ഷ സ്ഥാനത്ത് ഇപ്പോഴത്തെ BJPയുടെ അവസ്ഥയിലേക്ക് UDF കോൺഗ്രസും കൂപ്പുകുത്തും എന്നുള്ളതിന്റെ തെളിവാണ്. ആ സ്ഥാനത്ത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP കയറി വന്നു കഴിഞ്ഞാൽ 2036 പ്രക്ഷോഭയെ എണ്ണി വെച്ചു. ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തേക്ക് BJP വരും, LDF പ്രതിപക്ഷത്തേക്കും പോകും. ഇതിന്റെ ഒരു മുന്നൊരുക്കങ്ങളിലാണ് BJP ഇപ്പോൾ കള്ളനായിട്ട് സൗമ്യനായിട്ട് മിണ്ടാതിരിക്കുന്നത്. ഇത് നമുക്ക് കേന്ദ്ര തന്ത്രമാണ്. കാരണം 2 സീറ്റിൽ നിന്ന് തുടങ്ങി അവരുടെ തേരോട്ടം ഇന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ ഭരണപക്ഷത്ത്, അതായത് ലോകത്തെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു അസാധാരണ ഒരു വിജയതന്ത്രം തന്നെയാണ്. അതിനെ മറികടക്കാൻ UDFന് കഴിയുന്നില്ല എന്നുള്ളതാണ്. UDF ഇത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ എല്ലാവരെയും ഇപ്പം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും UDF വരണമെന്ന ജനഹിതമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഒന്നും മിണ്ടായിരുന്ന് അവനവന്റെ വീട്ടിൽ ഈ UDF നേതാക്കൾ പോയിരുന്നാൽ മതി, ജനം ജയിപ്പിച്ചു വിടുമെന്ന്. അത്രയ്ക്ക് ഒരു ജനരോഷം പിണറായിക്കെതിരെയുണ്ട്. BJPയിലോട്ടൊന്നും ആളുകൾ അടുക്കുന്നതുമില്ല. ഈ ഒരു നേട്ടം UDF നേതാക്കൾ ശരിക്കും പറഞ്ഞൊന്ന് മിണ്ടാതിരുന്നാൽ മതി, തുറക്കാതിരുന്നാൽ മതി. ഇപ്പൊ ഷാഫിയുടെ നേരെ ആക്രമിച്ച ഒരു ആക്രമണം എന്തുകൊണ്ട് ഒരു നേതാവ് VD സതീശന്റെ നേരെ മൈക്കും ചൂണ്ടി എത്ര മാധ്യമ പ്രവർത്തകർ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം തുറന്ന് പറയുന്നുണ്ടോ? അദ്ദേഹം ഈ ഷാഫി എന്ന് പറയുന്ന MP നേരെ, തങ്ങളുടെ MP നേരെ, തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് നേരെ വലിയൊരു ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്. അത് പോട്ട് ഒരു സ്ത്രീകൾക്ക് നേരെയും കൂടാണ്. സുന്ദരികളായ സ്ത്രീകളെയെല്ലാം ഷാഫി നാട് കടത്തുന്നു, ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ കേരളത്തിലെ സ്ത്രീകളെ കണ്ട MP-മാര് വിളിക്കുമ്പോൾ പോകുന്നതാണ്. ഇന്നലെ ബിന്ദുകൃഷ്ണ ചോദിച്ചത് ശരിയല്ലേ? അപ്പൊ ഈ കേരളത്തിലെ സ്ത്രീകളെ കൂടി മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലോ ഒരു CPM നേതാവ് അവിടെ പരാമർശിച്ചപ്പോൾ ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ CPM പാർട്ടിയോ അതിന് ഒരു കൊണ്ടുപോലും ഒന്നും പ്രതികരിച്ചില്ല.
എനിക്ക് VD സതീശന്റെ പ്രതികരണമാണ് ഇത്തരത്തിൽ മൗനമായിട്ടിരിക്കുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ദഹിക്കാതെ. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവാണ് തങ്ങളുടെ MPയെ, തങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ ഈ 2 കാര്യങ്ങൾ വെച്ച് അദ്ദേഹത്തിന് ആഞ്ഞടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അദ്ദേഹം പാഴാക്കി കളഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് എന്ത് തന്ത്രമാണ് കോൺഗ്രസ് ഇതെടുക്കുന്നത്? ഇത് കണ്ടോ പ്രക്ഷോഭം? ഇത്തരത്തിലാണ് കോൺഗ്രസിന്റെ നിലപാട് പോക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല യുവ നേതാക്കളെ പോലെ അടിച്ചിടുന്ന, അതായത് ഞാൻ നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറയുന്നത് സ്വന്തം നേതാക്കളുടെ വസ്ത്രം ഉരിഞ്ഞ് നഗ്നമാക്കിക്കൊണ്ട് UDF ഈ തേരോട്ടം നടത്തുന്ന UDFന്റെ വലിയൊരു കുഴിയിലേക്ക് ചാടുകയാണ്. ഇതിൽ കയറി വരുന്ന BJP കണ്ട അടുത്ത 20 സീറ്റുകൾ കൂടുതൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന നിയമസഭാ ഈ തെരഞ്ഞെടുപ്പ്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ അപകടം മണത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ CPM ഈ പറയുന്ന മതസംഘടനകളുടെ എല്ലാം പുറകെ പോകുന്നത്. എന്നിട്ടും അതായത് BJP കേരളത്തിൽ വോട്ട് വിഹിതം കൂട്ടിയെന്ന് കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. എന്നിട്ടും ഇവിടുത്തെ UDFനോ കോൺഗ്രസിനോ ഒരു പ്രശ്നവും പറഞ്ഞ നായന്മാർ വോട്ട് ചെയ്യില്ല എന്ന് LDFനും അറിയാം. വെള്ളാപ്പള്ളി പറഞ്ഞ SNDP വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ പ്രതിനിധികൾ വന്നു, വിശ്വാസികൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു പുകമറ, ഒരു പ്രധാനപ്പെട്ട ഒരു ടൈറ്റിൽ ഹെഡ്ലൈൻ അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ LDFും പിണറായിയും വിജയിച്ചു. പിണറായിയുടെ ഒരു വല്ലാത്ത അടവാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. മാതാ അമൃതാനന്ദമായി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചോ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ പോയി ഉമ്മ കൊടുക്കുന്നുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിണറായി തന്ത്രം എന്ന് പറയുന്നത്. അവർ കഴിഞ്ഞ തവണ 2021 അവര് കോവിഡ് വെച്ച് കിറ്റ് വെച്ചുമാണ് അവര് ജയിച്ചു കയറിയെങ്കിൽ ഇപ്പോൾ ചുവട് മാറ്റി വല്ലാത്ത ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ഇത് മറികടക്കാൻ കോൺഗ്രസിനാവണം. കോൺഗ്രസ് ഇത് മറികടന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ വലിയൊരു അധപതനം. ഇത്തവണ കോൺഗ്രസ് കയറിയില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അധപതനമാണ്. LDF BJP ഒരു സംഘം ഒരു സംഘടിതത്വം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ രഹസ്യമായ ഒരു പരസ്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയെ പോയി കണ്ടതും അവർ ചിരിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് നിൽക്കോ, ഒന്ന് പോയിക്കോ, ഒരു LDF സ്ഥാനത്ത് ഇപ്പൊ നിന്നോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ കോൺഗ്രസ് നേതാക്കളെയൊക്കെ ചിരിച്ചുകൊണ്ട് എങ്കിലും കാണുന്നുണ്ടെങ്കിലും NSS ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ആരും കാണാൻ വരണ്ട, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയും കോൺഗ്രസിനുമുള്ള ഒരു മറുപടിയായിട്ടാണ് NSS അത് പറയുന്നത്. അതായത് പൂർണ്ണമായും ഈ പെരുന്നയെ അങ്ങ് കയ്യിലെടുക്കാൻ, NSS ആസ്ഥാനം കയ്യിലെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം രമേശ് ചെന്നിത്തലയൊക്കെ NSS നേതാക്കളുമായി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിണറായി ഇതിനു മുന്നേ പ്രമുഖ നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള തവിടുകൾ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. കാരണം സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് കുമ്പിട്ട് നിൽക്കുന്നത്? സുകുമാരൻ നായറിന് ചില കാര്യങ്ങളുണ്ട്, കുടുംബപരമായിട്ടുള്ള ചില പിടികളുണ്ട്. ആ പിടിയിൽ പിണറായി പിടിച്ചിരിക്കുകയാണ്. അതിൽ അണുവിട സുകുമാരൻ നായർ ചലിച്ചാൽ അവിടെ തീരും അദ്ദേഹത്തിന്റെ എല്ലാം. ഇത് ഈ പറഞ്ഞ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവരുടെയൊക്കെ അവസാനമായിരിക്കും. അത് മാത്രമല്ല, തൊട്ടുപുറത്തേക്ക് വരികയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് മറ്റേ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കുരുക്ക് തന്നെയാണ്, കുരുക്കിട്ടേക്കുവാണ്. എന്തുകൊണ്ടാണ് പല ചാനലുകളും ഇത്തരത്തില് PR വർക്കുകൾ ചെയ്യുന്നത്? കുരുക്കുകൾ ഇട്ട് കൊടുത്ത്. കാരണം ഇത് മുന്നേ ഇട്ട കുരുക്കുകളാണ്. പക്ഷെ ഇതേപോലെ ഒരു കുരുക്ക് BJP പിണറായി സർക്കാരിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാസപ്പടി ഉൾപ്പെടെയുള്ള പല ലാവ്ലിംഗ് കേസ് ഉൾപ്പെടെയുള്ള കുരുക്കുകൾ പിണറായി വിജയന് ഇട്ട് കൊടുത്തതിന്റെ ഭവിഷ്യത്താണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ തേരോട്ടം നടത്തുന്നത്. ഈ തേരോട്ടം നടത്തില്ല എന്നുണ്ടായാലും BJP LDF ഒരു ധാരണ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ ഇപ്പൊ പുറത്തു വന്നേനെ. അത് എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അവരെ നടത്തിക്കൊട്ടെ. പിണറായി സർക്കാർ 3ാമത്തെ ഘട്ടം വരണം എന്നുള്ളത് BJPയുടെയും കൂടെ ഒരു ലക്ഷ്യമാണ്. കാരണം BJPക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണം, അതിൽ നിന്ന് വേണം ഭരണപക്ഷത്തോട്ട് വരാൻ. ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ തന്ത്രമാണ്, വല്ലാത്തൊരു ചൂതുകളിയാണിത്. ഉറപ്പായിട്ടും അത് പിണറായി പക്ഷേ കേരളത്തെ ഒരു അപകടത്തിലേക്ക് കൊണ്ട് കെട്ടുകയാണ് എന്നുള്ളതാണ്. കാരണം മറ്റേ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇവരുടെ തന്നെ ഒരു നിലപാടാണല്ലോ, മറ്റേ പണ്ടത്തെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഒരു നിലപാടാണ്. അതായത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു. എവിടെയാണ് ഇവർ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ശബ്ദത്തിന് വേണ്ടി നിലയുറപ്പിച്ച ഒരു CPMനെ കണ്ടിട്ട് എത്രയോ കാലങ്ങളായി നമ്മൾ. ഒരു നേതാവ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ പൂർണ്ണമായും പിണറായിസം വിഴുങ്ങിയിരിക്കുന്നു. VS അതുകൊണ്ടാണ് എല്ലാ വേദികളിലും പിണറായിക്കെതിരെ അത്ര ശക്തമായി ശബ്ദിച്ചത്. പക്ഷെ ആ ശബ്ദം പലരും ചേർന്ന് അടിച്ചൊതുക്കുകയായിരുന്നു ചെയ്തത്. ഇന്നിപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി, അധസ്ഥിതന് വേണ്ടി സംസാരിക്കാൻ ഒരു VS ഇല്ല. തീർച്ചയായിട്ടും ഒരു അധികാരത്തിന്റെ കസേര വല്ലാണ്ട് ഇപ്പോൾ ത്രസിപ്പിച്ചിരിക്കുന്നു അത് LDF സർക്കാരിനെ. അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന
പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോ കമ്മ്യൂണിസ്റ്റ് അല്ല, പ്രസ്ഥാനം രണ്ടാം തവണ വന്നപ്പോഴത്തേക്ക് അഹങ്കാരമായി പോയി. മൂന്നാം തവണ വന്നാൽ കുളം തോണ്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രശോഭ. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെയൊക്കെ ഉമ്മൻചാണ്ടി, VS ഇവരുടെയൊക്കെ ഒരു സൗഹൃദമുണ്ട്. രണ്ട് രാഷ്ട്രീയമാണെങ്കിലും ആശയങ്ങൾ തമ്മിലുള്ള ഒരു അടി, ആശയങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉള്ള സംഘട്ടനം, അത് എന്ന് പറയുന്നത് നല്ലൊരു ആശയത്തിലേക്കാണ് വഴിതെളിച്ചത്. നല്ലൊരു നാടിന്റെ നന്മയ്ക്കായിട്ടാണ് അവർ പരസ്പരം പോരാടിയിരുന്നത്. അതിനുശേഷം കണ്ട ഒരു സൗഹൃദം അതിപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്നു. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പ്രശോഭയ്ക്ക് അറിയുമെന്നറിയില്ല, അന്നൊക്കെ കൊളംബിയയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ പറയും ഞങ്ങൾ ഇന്ന സംഗതികൾ ചെയ്തു. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഇന്ന സംഗതികളെല്ലാം ഞങ്ങൾ ചെയ്തു, ഇന്നതൊക്കെ ഇങ്ങനെയാണ്. അതൊരു ആശയപരമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരതിനെ ഖണ്ഡിക്കുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പെൺബോംബുകൾ എറിയുക, സ്ത്രീ കുരുക്കുകളിലേക്ക് വിടുക, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ 3.5 വർഷം മുമ്പൊക്കെ രാഹുലിന്റെ കേസുകളൊക്കെ എടുത്തുകൊണ്ട് വരിക നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. ആ പ്ലാനിങ്ങും ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതികളെല്ലാം എടുത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇട്ടത് ഒരു പക്ഷെ പിണറായിയുടെ വല്ലാത്ത ഒരു തന്ത്രം തന്നെയാണ്. ഇപ്പോൾ NSSന്റെ സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളത് പിണറായിയുടെ അടിമയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, കുനിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പിണറായി തന്ത്രമാണ്. അതുപോലെ ഇനിയൊരു നേതാവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ രണ്ടാമതും കയറി വന്നത്. പക്ഷേ ഇതൊരു ഏകാധിപത്യത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ബംഗാളിനെ പോലെ കേരളം ആകാൻ ജനം അനുവദിക്കാതെ ഇരിക്കട്ടെ. ഒരുപക്ഷെ ആ ബംഗാളിനെ പോലെ ആകുന്ന സന്ദർഭത്തിൽ ജനം തലയിൽ കൈവച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് BJP കയറി വരട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് ജനം പോകാതിരിക്കട്ടെ. തിരിച്ചും പ്രശോഭ, ഇതൊരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ രീതിയിൽ ഭരണം നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിന് തന്നെ ഒരു ദോഷമായിട്ട് വരും. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. കാരണം ഈ വിഷയത്തിൽ നീണ്ട ഒരു ചർച്ച ആവശ്യമുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം. നമസ്കാരം.